സദ്യ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു നാരങ്ങ ഇതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് വടുകപ്പുളി നാരങ്ങ എന്നാണ് കേട്ടോ പറയുക ഈ നാരങ്ങയ്ക്ക്. എന്നിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം, അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറി വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മുളക് പൊടി ഞാൻ ആദ്യം ഏകദേശം ഒരു 2.25 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ കട്ടിക്കനുസരിച്ചിട്ടും എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത്രയും ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നാരങ്ങ അച്ചാറെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ലൂസായിട്ടാട്ടോ ഇരിക്കും, ഒരുപാട് തിക്കായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത് അച്ചാറിന്. കണ്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടും എന്നാൽ അത്യാവശ്യം വെള്ളം. ഇനി കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കടുകും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ദിവസം എടുത്ത് വയ്ക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ